ഹലോ. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റുഡിയോ വ്ളോഗാണ്. ഞാൻ ഇൻട്രോ പറഞ്ഞ് വലിച്ച് നീട്ടാത്തത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത്. കുഴന്തൈ സ്റ്റുഡിയോയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓഫേഴ്സും സെയിൽസൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. 2 ആഴ്ചയായിട്ടുണ്ട് ഇപ്പോൾ ഈ സെയിൽസൊക്കെ തുടങ്ങിയിട്ട്. സ്റ്റുഡിയോയിലും വെബ്സൈറ്റിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെബ്സൈറ്റിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സെയിലിൻ്റെ ആ ടൈമിൽ നല്ല കളക്ഷനായിരുന്നു വെബ്സൈറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റുഡിയോൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 199 തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിന് 199 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്ത മിക്ക ഡ്രസ്സിനും 499, 699, 799 ആ ഒരു റേഞ്ചിലായിരുന്നു ഞാൻ നോക്കിയിരുന്ന ഡ്രസ്സുകളൊക്കെ. ഈ ഒരു ഡ്രസ്സിന് 799 ആണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പ്രാവശ്യം ഡ്രസ്സസ് ഉണ്ടായിരുന്നു. 1 പീസ് ഉണ്ടായിരുന്നു, ഡ്രസ്സസ് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും 799 ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രോപ്പ് ടോപ്സിനൊക്കെ 299 ക്രോപ്പ് ടോപ്സ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും സ്റ്റുഡിയോ പോകുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായല്ലോ, 2 ആഴ്ചയായല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ കളക്ഷനും സാധാ പോലെ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ വരുമ്പോഴുള്ള കളക്ഷനെ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. ഇനി ഞാൻ വന്ന ടൈമിൽ ഇനി കളക്ഷൻ വരാഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ലോണം കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പോണ പോലെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടി ആലോചിച്ച് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്. എന്താണെന്ന് വെച്ചാൽ സെയിൽസ് നടക്കണയാണല്ലോ എന്ന് ഓർത്ത്. പക്ഷെ അത്രയ്ക്ക് വലിയ സെയിൽസിനുള്ള ഉണ്ടായില്ല. എന്താ വെച്ചാൽ ഇതെപ്പോഴും അഫോർഡബിൾ ആണ് സ്റ്റുഡിയോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ക്രോപ്പ് ടോപ്സിന് നല്ല കളക്ഷൻ ഉണ്ട്. ഈ ഒരു ടോപ്സിനൊക്കെ 499, 299 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു കുർത്തി ഞാൻ എൻ്റെ മുമ്പത്തെ മാസം സ്റ്റുഡിയോ പോയപ്പോഴും ഈ ഒരു കുർത്തി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കാണ് കേട്ടോ അടിപൊളി. ഇതിന് 799 ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ഉണ്ട് നല്ല കെട്ടൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഒരു വയലറ്റ് പർപ്പിൾ കളർ ഉണ്ടായിരുന്നു. അതും ഈ പ്രാവശ്യം സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല കേട്ടോ. അത് അത്യാവശ്യം നല്ല കുർത്തിയാണ്. പിന്നെ ഇങ്ങനത്തെ ആലിയ കട്ടിൻ്റെ കുർത്തീസാണ് കൂടുതലുള്ളത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ആലിയ കട്ടിൻ്റെ കുർത്തീസാണ് കൂടുതലും സ്റ്റുഡിയോയിലുള്ളത്. പിന്നെ ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കുറച്ച് ഷോർട്ട് ഗേൾസിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഡ്രസ്സുകൾ. എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല ക്യൂട്ട് ഡ്രസ്സുകളാണ്. ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ഭംഗി ഉണ്ടാവില്ല. ഷോർട്ട് ഗേൾസ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഇടാനൊക്കെ ആയിട്ട്. പിന്നെ 299 കാഷ്വൽ ടീഷർട്ട്സ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്. എല്ലാം 299, 199 ആ ഒരു റേഞ്ചിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു ഇന്നർ ഇട്ടാൽ അടിപൊളിയായിരിക്കുമല്ലോ എന്നും പറഞ്ഞ് അവൾ നോക്കുന്നതാണ്. ഇതിന് എത്രയാ 899 ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ സ്ലീവ്ലെസ് ഇഷ്ടമല്ലാത്തവർക്ക് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് ബനിയനോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ടീഷർട്ട്സോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു ടോപ്പിന് വരുന്നത് 899 ആണ്. പിന്നെ ലോങ് ഷ്രെക്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാനിക്യൂൺസിൽ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവും എങ്ങനെയാണ് എടുക്കേണ്ടത്, ഡ്രസ്സൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. സോനപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഒരു 1 പീസാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 899 ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ സെയിലിൽ കിടക്കുന്ന ഡ്രസ്സ് ആയതുകൊണ്ട് 499 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം സെയിലിനുള്ള സെക്ഷനാണ്. 499, 299 ആ റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. കണ്ടോ, ഇവിടെ സെയിലിൽ ഇട്ടേക്കുന്നതൊക്കെ 499 ആണ്. പിന്നെ 299 ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഗൈസ്, ഇത് അടിയിൽ കുറേ ഫ്രിൽസൊക്കെ വരുന്ന ടോപ്പാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒരു അടിയിലൊരു സ്നിക്കേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് ഇത് ഒരു ചെറിയ ഭയങ്കര കുട്ടിയോട് പോലെ ഇരിക്കും, അതുകൊണ്ട് നമുക്ക് പറ്റില്ല. പിന്നെ അടിയിൽ വല്ല ലെഗിൻസോ എന്തെങ്കിലും ആണ്, അപ്പോൾ അതിൻ്റെ ഭംഗി പോവും. ഒന്നില്ലെങ്കിൽ അത് 1 പീസായിട്ട് തന്നെ ഇട്ടാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനൊക്കെ 299 ആണ്. പിന്നെ ഈ കാഷ്വൽ ഡ്രസ്സിനൊക്കെ 299 ആണ് വരുന്നത്. ടീഷർട്ട്സിന് ഓവർ സൈസ്ഡ് ടീഷർട്ട്സൊക്കെ ഉണ്ട്, അതിനൊക്കെ 299 ആണ് വരുന്നത്. പിന്നെ ഇത് 149ൻ്റെ ടാങ്ക് ടോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് സാധാരണ പിള്ളേരുടെ ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഈ ഒരു ഷർട്ട് എനിക്കിഷ്ടമായി. പിന്നെ അടിയിലും അതേപോലെ ഫ്രിൽസ് വരുന്നുണ്ട്. ഇതും നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതും അതേപോലെ ഒരു സ്നിക്കേഴ്സോ ഷൂസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വൈറ്റ് ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതൊക്കെ ക്രോപ്പ് ടോപ്സാണ്. അതിനൊക്കെ 499 ഒക്കെയാണ് കേട്ടോ വരുന്നത്.
പിന്നെ അത് എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത് വല്ല സൈസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ ലാസ്റ്റാണ് ഗൈസ് കണ്ടത്, ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയല്ല, ലാസ്റ്റാണ് ഞാൻ ആ ടോപ്പ് കണ്ടത്. അതിന് 999 ഉണ്ട് കേട്ടോ റേറ്റ്. പിന്നെ ദേ കുർത്തീസൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തീസ് ഉണ്ട്. അപ്പോൾ അതിന് 399 ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇനി ഞാൻ ട്രയൽ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് സ്റ്റുഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവരുടെ നെയിൽ പോളിഷസ് ആണ് കേട്ടോ. നെയിൽ പോളിഷിന് ഭയങ്കര കളക്ഷനാണ്. ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ നിന്നാണ് നെയിൽ പോളിഷ് വാങ്ങാറ്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ എന്താണ് ഇല്യൂമിനേറ്റർ ഉണ്ടല്ലോ, മറ്റേ ഹൈലൈറ്റർ, അതാണ് ഇത്. പക്ഷേ എനിക്ക് ഇട്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് സിൽക്ക് അടിച്ച പോലെ ഇരിക്കും മുഖത്തും മേത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ എന്തോ സിൽക്ക് ഇട്ട പോലെ, നമ്മൾ സിൽക്കുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ മേത്ത് സിൽക്ക് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, എനിക്ക് അതേപോലെയാണ് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് 199 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിരുന്നത്. പിന്നെ ദേ നമ്മുടെ നെയിൽ പോളിഷസ് നോക്കൂ ഗൈസ്. നെയിൽ പോളിഷ് എല്ലാം ഭയങ്കര നല്ല പേസ്റ്റൽ കളേഴ്സൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. എനിക്ക് എല്ലാ കളേഴ്സും അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഈ വാങ്ങിച്ച് ഒട്ടുമിക്ക കളേഴ്സും എൻ്റെ കയ്യിലുണ്ട് ഇവരുടെ തന്നെ. അപ്പോൾ നെയിൽ പോളിഷസിന് വരുന്നത് 79 ആണ് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും മിസ് ചെയ്യാണ്ട് നോക്കുന്നതാണ് ഇവരുടെ നെയിൽ പോളിഷ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് നെയിൽ പോളിഷ് റിമൂവർ. അപ്പോൾ ഞാനൊരു റിമൂവർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രാസിനൊക്കെ അവിടെ സെയിൽ ആയിട്ട് തോന്നിയില്ല. 399 തന്നെയാണ് അവിടെ റേറ്റ് വരുന്നത്. പിന്നെ സീംലെസ് പാൻറ്റീസും എല്ലാത്തിനും സെയിം റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. 399 299 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നൈറ്റ് വെയേഴ്സ് ആണെങ്കിൽ നൈറ്റ് വെയേഴ്സിന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരാഴ്ച മുന്നേ സെയിലിൻ്റെ ടൈമിൽ ഞാനൊരു റീൽസൊക്കെ കണ്ടായിരുന്നു. കുറേ ചപ്പൽസ് ഇങ്ങനെ കിടക്കുന്നത്, ഹീൽസ് നമുക്ക് ഇഷ്ടമുള്ളത് കുറേ ചൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതായത് ചപ്പലിൻ്റെ ഇതിൽ ഒട്ടും കളക്ഷൻ ഉണ്ടായില്ല കേട്ടോ. സാധാ പോലെ തന്നെയായിരുന്നു. ആ സാധായാലും കുറവായിരുന്നു ചപ്പൽസിൻ്റെ കളക്ഷൻ. എല്ലാത്തിനും 199 തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.